വർക്കല പാപനാശത്ത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. സുരക്ഷാ പഠനത്തിനെന്ന പേരിൽ വീണ്ടും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിക്കുന്നത് ഒരു വർഷം മുൻപ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന അതേ സ്ഥാനത്താണ്. സുരക്ഷാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെയുള്ള നീക്കം മുൻപ് ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ പഠന ആവശ്യങ്ങൾക്കായാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പുനഃസ്ഥാപിക്കുന്നതെന്ന ബോർഡ് സമീപത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. 2023 ക്രിസ്മസ് ദിനത്തിലാണ് പാപനാശത്ത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തുറന്നത്. വർക്കലയിലെ ടൂറിസത്തിന് പദ്ധതി ഉണർവേകിയിരുന്നു. എന്നാൽ 2024 മാർച്ച് 9 ശക്തമായ തിരയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് മറിഞ്ഞ് അപകടമുണ്ടായി. ബ്രിഡ്ജിന്റെ കൈവരി തകർന്ന കടലിൽ വീണ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 11 പേർക്ക് പരിക്കേറ്റിരുന്നു. തുടർന്ന് പാലം പൊളിച്ചു നീക്കുകയും ചെയ്തു. DTPCയും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും സംയുക്തമായി സ്വകാര്യ സംരംഭകർ മുഖേനയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആരംഭിച്ചത്. ആകർഷകമായ വരുമാനമാണ് സംരംഭകർക്ക് ലഭിച്ചിരുന്നത്. അതിനാലാണ് ഇത് തിരികെ എത്തിക്കാനുള്ള ശ്രമവും വേഗത്തിലായത്. ബ്രിഡ്ജിന്റെ സുരക്ഷിതമായ പ്രവർത്തനം ഉറപ്പാക്കാനുള്ള ശുപാർശകൾ സമർപ്പിക്കുന്നതിനായി കോഴിക്കോട് NITയെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. NIT വിദഗ്ധരെ കാണിക്കാനെന്ന പേരിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ബലിമണ്ഡപത്തിന് സമീപം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ നിർമ്മാണം നടത്തിയിരുന്നു. ശക്തമായ തിരയിൽപ്പെട്ട ബ്രിഡ്ജ് വേർപെട്ടു പോവുകയായിരുന്നു. തിരക്കേറിയ പാപനാശത്ത് നിന്ന് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഒഴിവാക്കണമെന്ന ആവശ്യവും ശക്തമാണ്. തിരക്ക് കുറഞ്ഞ ആലിയിറക്കം, അരിവാളം തുടങ്ങിയ ഭാഗങ്ങളിൽ സ്ഥാപിക്കുന്നതാണ് ഉചിതമെന്ന അഭിപ്രായമാണ് മേഖലയിലുള്ളവർ പങ്കുവെക്കുന്നത്. 100 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുമാണ് പഴയ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിനുണ്ടായിരുന്നത്. പാലത്തിന്റെ അവസാന ഭാഗത്ത് 11 മീറ്റർ നീളത്തിലും 7 മീറ്റർ വീതിയിലുമായി കാഴ്ചകൾ ആസ്വദിക്കാൻ പ്ലാറ്റ്ഫോം സൗകര്യവും ഒരുക്കിയിരുന്നു. ഒരേ സമയം 300 ആളുകളെ ഉൾക്കൊള്ളാനുള്ള ശേഷിയായിരുന്നു പാലത്തിനുണ്ടായിരുന്നത്. വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സുരക്ഷാ ബോട്ടുകൾ, ലൈഫ് ജാക്കറ്റുകൾ, ലൈഫ് ഗാർഡുകൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവരുടെ സേവനം ഒരുക്കിയിരുന്നു. 1400ഓളം ഉന്നത നിലവാരമുള്ള പ്ലാസ്റ്റിക് ബ്ലോക്കുകൾ ചേർത്ത് ഉറപ്പിച്ചാണ് കടലിൽ പൊങ്ങിക്കിടക്കുന്ന പാലം നിർമ്മിച്ചത്. വാട്ടർ സ്പോർട്സിന്റെ ഭാഗമായി ബനാന ബോട്ട്, ജെറ്റ് സ്കീ, സ്പീഡ് ബോട്ട്, ജെറ്റ് അറ്റാക്ക്, ATV എന്നിവയും വിനോദസഞ്ചാരികൾക്കായി ഒരുക്കിയിരുന്നു. 2024 മാർച്ച് 9 സംഭവിച്ച അപകടത്തിന്റെ കാരണം അപകട സമയം കൂടുതൽ പേരെ കയറ്റിയിരുന്നതാണെന്ന് ടൂറിസം വകുപ്പ് പിന്നീട് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു. നടത്തിപ്പുകാരുടെ വീഴ്ചയും റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിരുന്നു. സംഭവ സമയത്ത് 60-ലധികം പേരെ പാലത്തിൽ കയറ്റിയിരുന്നു. എന്നാൽ 20 മുതൽ 25 വരെ ആളുകളെ മാത്രമാണ് ഒരേ സമയം പ്രവേശിപ്പിക്കേണ്ടിയിരുന്നത്. ഇതോടെ വലിയ തിരിച്ചടിയായപ്പോൾ ആളുകൾ ഒരു വശത്തേക്ക് മാറുകയും ബ്രിഡ്ജിന്റെ കൈവരി തകർന്ന പലരും കടലിലേക്ക് വീഴുകയുമായിരുന്നു. 11 പേരാണ് അപകടത്തിൽപ്പെട്ടത്. എല്ലാവരും ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്നു. ഉയർന്ന തിരകൾ അടിച്ചേക്കാമെന്ന ലൈഫ് ഗാർഡുമാർ നടത്തിപ്പുകാർക്ക് മുന്നറിയിപ്പ് നൽകിയെങ്കിലും അവഗണിച്ചതായും റിപ്പോർട്ടിലുണ്ട്. അടിമലത്തുറയ്ക്ക് വേണ്ടി ടെൻഡർ ചെയ്ത ബ്രിഡ്ജ് പഠനം നടത്താതെയാണ് വർക്കലയിൽ കൊണ്ടിട്ടത്. ഇത്തരം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾക്ക് അംഗീകാരം നൽകാൻ സർക്കാർ തലത്തിൽ ഏജൻസികളില്ല. മനുഷ്യജീവനും സുരക്ഷയ്ക്കും അപകടമുണ്ടാക്കുന്ന തരത്തിൽ അശ്രദ്ധയോടെ പ്രവർത്തിച്ചുവെന്ന വകുപ്പുകൾ ചുമത്തി ജോയ് വാട്ടർ സ്പോർട്സ് എന്ന സ്വകാര്യ കമ്പനി മാനേജ്മെന്റിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. സംഭവത്തിൽ DTPCക്കും അഡ്വഞ്ചർ പ്രൊമോഷൻ സൊസൈറ്റിക്കും ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്നും ടൂറിസം വകുപ്പ് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.